എഞ്ചിനീയറിംഗ് എസെൻഷ്യൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോണിയുടെ XS-NW12002 മോഡൽ സബ്വൂഫറിന് വേണ്ടിയിട്ടുള്ള ഹോം തിയേറ്റർ ബോക്സും മ്യൂസിക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ബോക്സും കാറിന് വേണ്ടിയിട്ടുള്ള ബോക്സുമാണ് ഇന്നത്തെ ഡിസൈൻ. ആദ്യം നമുക്ക് ഹോം തിയേറ്റർ ബോക്സ് ഡിസൈൻ ചെയ്യാം. ഹോം തിയേറ്റർ ബോക്സിന്റെ പ്രത്യേകത കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 20 മുതൽ 80 ഹെർട്സ് വരെ ഫ്ലാറ്റർ ആയിട്ടുള്ള റെസ്പോൺസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 20 ഹെർട്സിന് താഴേക്ക് പോകാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഈ സബ്വൂഫർ ബോക്സ് ഡിസൈനിൽ ഞാൻ ബോക്സ് വോളിയം 8 ക്യൂബിക് ഫീറ്റിന് മുകളിലേക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 8 ക്യൂബിക് ഫീറ്റ് തന്നെ വലിയൊരു വോളിയം ആണ്. നമുക്ക് ഡിസൈൻ തുടങ്ങാം. നമ്മുടെ ഡ്രൈവർ ആദ്യം സെലക്ട് ചെയ്യണം. സോണി എക്സ്പ്ലോഡിന്റെ XS-NW12002 ഒരു ഡ്രൈവറെ ഉപയോഗിക്കുന്നുള്ളൂ. വെന്റഡ് ബോക്സ് ആണ് ഉപയോഗിക്കുന്നത്. എക്സ്റ്റെൻഡഡ് ബാസ് ഷെൽഫാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന റെസ്പോൺസ് ഒന്ന് അനലൈസ് ചെയ്യാം. 50 ഹെഡ്സിനടുത്ത് 85 dB SPL ഉണ്ട്. SPL എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിന്റെ ഒരു ലിങ്ക് ഇപ്പോൾ ഇവിടെ കൊടുക്കാം. ഇനി താഴോട്ട് വരുന്തോറും 20 ഹെഡ്സിൽ 81 dB ഉള്ളൂ. ഏകദേശം ഒരു 4 dB യോളം ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ട്യൂണിംഗ് 17 ഹെഡ്സ് കൊടുക്കാം. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് 46 ഹെഡ്സിൽ 85.5 dB ആണ്. ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ 82.7 dB. ഇത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള റേഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ നമുക്ക് കീപ്പ് ചെയ്യാം. ഇനി ബോക്സ് വോളിയം നോക്കിക്കഴിഞ്ഞാൽ 8.9 ക്യൂബിക് ഫീറ്റ് ആണ് അവർ പറയുന്നത്. നമുക്ക് 8 ക്യൂബിക് ഫീറ്റ് മതി. അതിൽ കൂടുതൽ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പയനിയറിന്റെ TSW306R-നും ഇതേ ബോക്സ് വോളിയം ആണ് കൊടുത്തിരുന്നത്. പക്ഷെ അതിന്റെ ട്യൂണിംഗ് ഡിഫറന്റ് ആയിരുന്നു. 20 ഹെഡ്സിലാണ് ട്യൂൺ ചെയ്തിരുന്നത്. ഇത് നമ്മൾ 17 ഹെഡ്സിലാണ് ട്യൂൺ ചെയ്യുന്നത്. വെന്റിന്റെ ലെങ്ത് നോക്കാം. 110 mm ഒരു വെന്റ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ലെങ്ത് 38 സെന്റിമീറ്റർ ആയിരിക്കണം. ഇനി നമുക്ക് ആംപ്ലിഫയർ പവർ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനു മുമ്പായിട്ട് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എവിടെയാണ് വയ്ക്കേണ്ടത് എന്നുള്ളത് നോക്കാം. കോൺ എക്സ്കർഷൻ ഗ്രാഫിലേക്ക് പോവാണ്. മാക്സിമം എക്സ്കർഷൻ റീച്ച് ചെയ്യുന്നവരെ പവർ കൊടുക്കാം. 70 വാട്ട്സ് കൊടുത്തപ്പോൾ മാക്സിമം എക്സ്കർഷൻ റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സബ്വൂഫറിൽ മാക്സിമം 70 വാട്ട് RMSന്റെ ആംപ്ലിഫയർ മതി. SPL ഗ്രാഫിൽ പോയി കഴിഞ്ഞാൽ 100 dBക്ക് മുകളിലുള്ള സൗണ്ട് പ്രഷർ ലെവൽ ഉണ്ട്. 100 dB ആണ് മിനിമം. അത് 20 ഹെഡ്സിലാണ് ഉണ്ടാകുന്നത്. 104 dB വരെ സൗണ്ട് പ്രഷർ ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് മ്യൂസിക് ബോക്സ് ഡിസൈൻ ചെയ്യാം. മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ള ബോക്സ് ആണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും അതിന്റെ പ്രയോറിറ്റി. പയനിയറിന്റെ സബ്വൂഫറിന് വേണ്ടിയിട്ടുള്ള ബോക്സും 2.5 ക്യൂബിക് ഫീറ്റ് ആയിരുന്നു കൊടുത്തത്. ഇത് ഞാൻ 2.5 ക്യൂബിക് ഫീറ്റ് കൊടുക്കുകയാണ്. ട്യൂണിംഗ് ഫ്രീക്വൻസി 31 ഹെഡ്സ് തന്നെ കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വെന്റ് ലെങ്ത് നോക്കാം. 110 mm പൈപ്പാണ്. 36 സെന്റിമീറ്റർ ആയിരിക്കണം അതിന്റെ വെന്റ് ലെങ്ത്. ഈ ഗ്രാഫിൽ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സബ്വൂഫറിന് ഓരോ ഫ്രീക്വൻസിയിലും കൊടുക്കാൻ പറ്റുന്ന മാക്സിമം പവർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ നോമിനൽ റേറ്റിംഗ് ആയ 300 വാട്ട്സ് RMS നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റും 60 ഹെഡ്സിന് മുകളിലേക്ക്. അപ്പോൾ 60 ഹെഡ്സിന് താഴെ വരുമ്പോൾ 46 ഹെഡ്സിൽ 183 വാട്ട്സ് ആണ്. ഇതിൽ നിന്ന് ആംപ്ലിഫയർ പവർ സെലക്ട് ചെയ്യാനായിട്ട് ഈ മിനിമം പോയിന്റ് ആണ് എടുക്കേണ്ടത്. ഈ 180 വാട്ട്സ് കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിന് താഴേക്ക് വരുമ്പോൾ പവർ ഹാൻഡ്ലിംഗ് വളരെ കുറയുന്നുണ്ട്. എക്സ്മാക്സ് എക്സീഡ് ചെയ്യാതെ കൊടുക്കാൻ പറ്റുന്നത് 26 വാട്ട്സ് ആണ്. 26 ഹെഡ്സിന് താഴേക്കുള്ള ഫ്രീക്വൻസീസ് എല്ലാം നമുക്ക് ഒഴിവാക്കണം. അപ്പൊ നമുക്കൊരു ഹൈ പാസ് ഫിൽറ്റർ സബ്വൂഫർ ആംപ്ലിഫയറിൽ തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസീസ് ഒഴിവാക്കിയിട്ടായിരിക്കും സബ്വൂഫറിന് പവർ കൊടുക്കുന്നത്. ആ ഫ്രീക്വൻസീസ് കയറി വന്ന് സബ്വൂഫർ ഡാമേജ് ആവില്ല. അടുത്തായിട്ട് നമുക്ക് കാറിന് വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് ഡിസൈൻ ചെയ്യാം. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കാറിന് വേണ്ടി ബോക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ചെറിയ ബോക്സ് ആയിരിക്കണം അതിന് ഡിസൈൻ ചെയ്യേണ്ടത്. വെന്റഡ് ബോക്സ് തന്നെയാണ്. SPLലേക്ക് പോവാം. ബോക്സിന്റെ വോളിയം ഞാൻ 1.5 ക്യൂബിക് ഫീറ്റ് ആണ് കൊടുക്കാൻ പോകുന്നത്. അതുപോലെ ട്യൂണിംഗ് ഫ്രീക്വൻസി 45 ഹെഡ്സ്. നമുക്ക് വെന്റ്സിലേക്ക് പോവാം. വെന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് 110 mm പൈപ്പാണ്. ഇനി നമുക്ക് മാക്സിമം ആംപ്ലിഫയർ പവർ എത്രയാണെന്ന് നോക്കാം.
35 ഹെഡ്സ് വരെ 300 വാട്ട്സ് ഇതിന് കൊടുക്കാൻ പറ്റും. ട്യൂണിംഗ് ഫ്രീക്വൻസി കുറച്ചൊന്ന് കുറയ്ക്കാൻ പോവാണ്. ഒരു 40 ഹെഡ്സിൽ ട്യൂൺ ചെയ്യാണ്. 40 ഹെഡ്സിൽ ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചുകൂടെ 32 ഹെഡ്സ് വരെയൊക്കെ നമുക്ക് ഫുൾ പവർ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് 30 ഹെഡ്സിൽ ഒരു ഹൈ പാസ് ഫിൽറ്റർ ഇടുകയാണ്. ഇതിൽ ഫിൽറ്റേഴ്സ് ഓപ്ഷൻ ഉണ്ട്. ആഡ് ഫിൽറ്റർ കൊടുത്ത് ചെയ്ത് നോക്കാം. ഹൈ പാസ് ഫിൽറ്ററാണ് ഇടാൻ പോകുന്നത്. നമുക്ക് ആദ്യം SPL നോക്കാം. ഇത് മാക്സിമം SPL ആണ്. മാക്സിമം പവർ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള അതിന്റെ റെസ്പോൺസ്. ഹോം തിയേറ്റർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത ബോക്സ് 8 ഫീറ്റ് ക്യൂബ് ആണ് അതിന്റെ വോള്യൂം. ട്യൂണിംഗ് ഫ്രീക്വൻസി 17 ഹെഡ്സ് ആണ്. വെന്റിന്റെ ഡയമീറ്റർ 110 mm ആണ്. വെന്റ് ലെങ്ത് 38 സെന്റിമീറ്റർ ആണ്. ഗ്രാഫിൽ നിന്ന് തന്നെ കാണാൻ പറ്റും ആ സബ്വൂഫർ 17 ഹെഡ്സ് വരെ പ്ലേ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ച ഹൈ പാസ് ഫിൽറ്ററിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി 16 ഹെഡ്സ് ആണ്. തേർഡ് ഓർഡർ ഫിൽറ്റർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ഹൈ പാസ് ഫിൽറ്റർ സബ്വൂഫറിന്റെ ആംപ്ലിഫയറിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന പവർ 70 വാട്ട്സ് ആണ്. കോൺ എക്സ്കർഷൻ നോക്കിക്കഴിഞ്ഞാൽ കോൺ എക്സ്കർഷൻ ഒരു ഫ്രീക്വൻസിയിലും നമ്മുടെ മാക്സിമം എക്സ്കർഷനെ എക്സീഡ് ചെയ്യുന്നില്ല. ഫിൽറ്റർ ആഡ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അടുത്ത മ്യൂസിക് നോക്കാം. അതിന്റെ റെസ്പോൺസ് ആണ് ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്രീക്വൻസിയിലും കോൺ എക്സ്കർഷൻ എക്സ്മാക്സ് എക്സീഡ് ചെയ്യുന്നില്ല. മാക്സിമം പവർ നോക്കാം. 183 വാട്ട്സ് ആണ്. അപ്പൊ 180 വാട്ട്സ് RMS ഉള്ള ഒരു ആംപ്ലിഫയർ ഉപയോഗിച്ചാൽ മതി. ബോക്സ് വോള്യൂം 2.5 ക്യൂബിക് ഫീറ്റ് ആണ്. ട്യൂണിംഗ് ഫ്രീക്വൻസി 31 ഹെഡ്സ് ആണ്. വെന്റ് ഡയമീറ്റർ 110 mm ആണ്. വെന്റിന്റെ ലെങ്ത് 36 സെന്റിമീറ്റർ ആണ്. ഇനി അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഫിൽറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ പാസ് ഫിൽറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഓർഡർ ഫിൽറ്റർ ആണ്. കട്ട് ഓഫ് ഫ്രീക്വൻസി 30 ഹെഡ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 30 ഹെഡ്സിന് മുകളിലേക്ക് എല്ലാ ഫ്രീക്വൻസീസും ഇത് പ്ലേ ചെയ്യും. മാക്സിമം SPL നമുക്ക് കിട്ടുന്നത് 56 ഹെഡ്സിൽ 113 dB ആണ്. കാറിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ നോക്കാം. കാറിന്റെ മാക്സിമം SPL എന്ന് പറയുന്നത് 116 dB ആണ്. മ്യൂസിക് സബ്വൂഫർ ബോക്സിനേക്കാൾ ഒരു 3 dB അഡീഷണൽ ഇതിൽ കിട്ടുന്നുണ്ട്. ബോക്സ് വോള്യൂം 1.5 ക്യൂബിക് ഫീറ്റ് ആണ്. ട്യൂണിംഗ് ഫ്രീക്വൻസി 40 ഹെഡ്സ് ആണ്. ഇതിന്റെ മാക്സിമം SPL 116 dB ആണ്. വെന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 110 mm പൈപ്പാണ്. അഗൈൻ 35.82 സെന്റിമീറ്റർ ആണ് അതിന്റെ ലെങ്ത്. ഇനി ഇതിന് ഉപയോഗിക്കേണ്ട ഫിൽറ്റർ ഏതാന്ന് നോക്കാം. ഹൈ പാസ് ഫിൽറ്റർ തന്നെയാണ്. ഫോർത്ത് ഓർഡർ ഫിൽറ്റർ യൂസ് ചെയ്യണം. 30 ഹെഡ്സിലായിരിക്കണം അതിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇനി മാക്സിമം പവർ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ മാക്സിമം പവർ 300 വാട്ട്സ് RMS ആണ്. അപ്പൊ 300 വാട്ട്സ് RMS ഉള്ള ആംപ്ലിഫയർ ഉപയോഗിക്കാം. ഇനി അതിന്റെ കോൺ എക്സ്കർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്ലൂ ലൈൻ ആണത്. ഒരു ഫ്രീക്വൻസിയിലും അത് എക്സ്മാക്സ് എക്സീഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് സേഫ് ആണ്. ഈ ഓരോ ബോക്സിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഹൈ പാസ് ഫിൽറ്ററിന്റെ ട്യൂണിംഗ് ഫ്രീക്വൻസി ഡിഫറന്റ് ആണ്. അതുപോലെ അതിന്റെ ഓർഡർ ഡിഫറന്റ് ആണ്. ഈ ഹൈ പാസ് ഫിൽറ്റർ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു സബ്വൂഫർ ആംപ്ലിഫയറിൽ ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ ആംപ്ലിഫയർ സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂസ് സബ്ബോക്സ് പ്രോ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയർ ഉണ്ട്. അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കട്ടൗട്ടും എത്ര സൈസ് വേണമെന്നുള്ളത് അതിൽ കാണിച്ചു തരും. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ അത് ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചെയ്താൽ മതി. ഇനി അടുത്ത ഓരോ ദിവസവും ഓരോ മോഡൽ സബ്വൂഫറിന്റെ ഹോം തിയേറ്റർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ബോക്സും മ്യൂസിക് ബോക്സും കാർ സബ്വൂഫർ ബോക്സും ഡിസൈൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആംപ്ലിഫയറിനെ കുറിച്ചുള്ള സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട് അതിനകത്ത്. സീരീസ് മിസ് ചെയ്യാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ നോട്ടിഫിക്കേഷനിൽ നിന്ന് ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും അറിവുള്ളവരാകട്ടെ. നന്ദി, നമസ്കാരം.